ഹലോ ഗൈസ്, ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ ട്രക്കിംഗ് അനുഭവം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ചാനൽ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇതുകൂടി കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. മൂകാംബിക ദേവീക്ഷേത്ര ദർശനം പലപ്പോഴായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും കുടജാദ്രി മല കയറിയിട്ടില്ല. എന്നൊരു ഭയമായിരുന്നു മേലേക്ക് ട്രക്കിങ്ങിന് എനിക്ക് സാധ്യമാകുമോ എന്നുള്ളത്. പക്ഷേ ഇപ്രാവശ്യം മനസ്സിലും ശരീരത്തിനുള്ള പല്ലായ്മകളും വയ്യായ്മകളും മാറ്റി ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തു ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശനിയാഴ്ച രാവിലെ മൂകാംബിക ദേവി ദർശനം കഴിഞ്ഞ് അന്നപ്രസാദവും കഴിച്ച് കറക്റ്റ് ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടെ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 31 കിലോമീറ്റർ ഓൺ റോഡ് കഴിഞ്ഞതിന് ശേഷമാണ് 9 കിലോമീറ്റർ ഓഫ് റോഡ് തുടങ്ങുന്നത്. അതിൻ്റെ അനുഭവം എങ്ങനെയാണ് പറയേണ്ടത് എന്നറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിസാഹസികം എന്നാണ്. ചെറിയ ശാരീരികമായ വയ്യായികകളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും എങ്ങനെയൊക്കെയോ അത് തരണം ചെയ്യാനുള്ള ഒരു ശക്തി എനിക്ക് കിട്ടിയിരുന്നു. 9 കിലോമീറ്റർ ആണെങ്കിലും 9 മലകൾ കയറുന്നതിനൊപ്പം സഹിക്കേണ്ടി വരുന്ന ഒരു ദുർഘടമായ ഒരു യാത്രയാണ് ഇതിലൂടെ അനുഭവിച്ചത്. നമുക്ക് കിട്ടിയ ഡ്രൈവർ വളരെ എക്സ്പേർട്ടായ ഒരാളാണ്. പാസഞ്ചേഴ്സിനെ കൂടെ എങ്ങനെ കൊണ്ടുപോകണം, അവർക്ക് ഭയമില്ലാത്ത രീതിയിൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് വളരെ വ്യക്തമായി അറിയുന്ന ഒരാളായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ജേണിക്ക് തയ്യാറെടുക്കുമ്പം എന്നെ എല്ലാവിധ സപ്പോർട്ടും ചെയ്തത് എൻ്റെ ഭർത്താവാണ്. അപ്പോൾ ഈ ജേണി തുടങ്ങി നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിലൂടെ. എനിക്ക് വലിയ ഷൂട്ടിംഗ് ഒന്നും അറിയില്ല, കാരണം വളരെ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ്. നമുക്കതിൻ്റെ ദുർഘടമായ വഴികൾ എങ്ങനെയാണെന്ന് ചിലപ്പോൾ ശരിക്കും മനസ്സിലാവില്ല. എന്നിരുന്നാലും ചെറിയ രീതിയിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ 9 കിലോമീറ്റർ ഓഫ് റോഡ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഡ്വഞ്ചറസ് ജേണിയാണ്. വളരെ നാരോ റോഡാണ്, കുണ്ടുകളുണ്ട്, കുഴികളുണ്ട്, ഒട്ടും ലെവലല്ല, വലിയ വലിയ കല്ലുകളുണ്ട്. ഇടയ്ക്കൊക്കെ ജീപ്പ് എടുത്ത് ചാടി കിടക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും ബാലൻസ് ചെയ്തിരിക്കണം. ഒരു ജീപ്പിൽ മാക്സിമം 50 ആളാണ് കൊണ്ടുപോകുന്നത്. ഈ ഓഫ് റോഡ് കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മൾ മല നടന്ന് കയറി പോകേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ സർവജ്ഞപീഠമായ കുടജാദ്രിയിലേക്ക് എത്തൂ എന്നാണ് അറിഞ്ഞത്. ഞാൻ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, എനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മൾ മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ പറ്റും. കുറച്ച് കോൺഫിഡൻസും കറേജും, അതോടെ നമ്മളെ നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്കത് സ്വായത്തമാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാമല്ലോ, അതുകൂടെ വളരെയധികം എനിക്ക് കിട്ടിയ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ദേവീ ദർശനം കഴിഞ്ഞ് പുറപ്പെട്ട ഈ യാത്ര വളരെ ഭംഗിയായിട്ട് തന്നെ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റി. ഈ വീഡിയോയിൽ കാണുന്നത് മുഴുവൻ ഞാൻ സഞ്ചരിച്ച 9 കിലോമീറ്റർ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും ആ വഴി എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ രൂപം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എല്ലാവരും മൂകാംബിക ദേവിയെ ദർശിക്കുക. അതോടൊപ്പം തന്നെ ഈ അഡ്വഞ്ചറസ് ജേണിയിൽ നിങ്ങൾ ഒന്ന് ഭാഗമായി അതിനെ അതിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത്, ഈ യാത്ര തുടങ്ങുമ്പോൾ എനിക്കുണ്ടായ ഒരറിവും, ഞാൻ
അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് അറിവുകളും കുടജാദ്രി മലയുടെ ഐതിഹ്യവും മൂകാംബിക ദേവി അമ്മയും കുടജാദ്രി മലയും തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ നമ്മുടെ ശ്രീ ശങ്കരാചാര്യ സ്വാമിയുടെ ധ്യാനം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്നിലുള്ള ചെറിയ അറിവ് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. കുടജാദ്രിമല സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ 1343 കിലോമീറ്റർ ഉയരത്തിലാണ്. ദേവി വധിച്ച സ്ഥലമാണെന്നും ഒരു ഐതിഹ്യം. ആദിശങ്കരാചാര്യ തപസ്സിലേക്ക് ദേവി ദർശനത്തിന് സാധ്യമാക്കിയ അതാണ് കുടജാദ്രി മലയുടെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്നത്. നമ്മളൊക്കെ ദർശിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതും ആ സർവജ്ഞ പീഠം. പിന്നെ കുടജാദ്രിയുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, മൂകാസുരൻ എന്ന തപസ് ചെയ്തിട്ട് പല വരങ്ങളും ചോദിച്ചു. അപ്പോൾ ദേവി വരങ്ങൾ കൊടുത്തു. വരങ്ങൾ കിട്ടിയപ്പോൾ അസുരൻ അഹങ്കാരിയായി. അവസാനം ദേവി തന്നെ വധിക്കുകയും അവൻ്റെ സംസാരശേഷി ഇല്ലാണ്ടാക്കുകയും ചെയ്തു. മൂകൻ സംസാരിക്കാൻ പറ്റാത്തവൻ എന്നുള്ള അങ്ങനെയാണ് ദേവി മൂകാംബിക എന്ന പേര് വന്നതെന്നും ചെറിയൊരു ഐതിഹ്യമുണ്ട്. കടക്കാൻ പറ്റും. ആദിശങ്കരാചാര്യർക്ക് സർവജ്ഞപീഠം, അതായത് ആ കുടജാദ്രി മല കയറിക്കഴിഞ്ഞാൽ സർവജ്ഞപീഠം കയറി എന്നാണ് ഒരു എല്ലാവരും വിശ്വസിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിലെ സർവപാപങ്ങളും തീർന്നു എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനം അവിടെയാണ്. നമ്മൾ ഈ യാത്ര കൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാനും പഴമയിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി അവിടുത്തെ ഒരു അമ്പലത്തിൽ പോകുന്നത് എന്നതിനുപരി ആ അമ്പലത്തിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ മനസ്സിലാക്കാനും പഴയ കഥകളാനും അതൊക്കെ അറിയാനുള്ള ഒരു സമയവും നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് ഓരോ പുണ്യസ്ഥലങ്ങളും വെറുതെ അല്ല ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ വലിയൊരു കഥകളുണ്ട്. ചിലപ്പോൾ അത് ത്യാഗത്തിൻ്റെതാവാം. സുഹൃത്തുക്കളെ, ഞാൻ ഏകദേശം 9 കിലോമീറ്റർ തീർന്ന് ബന്ധപ്പെട്ടതാവാം. ഒരു 9 കിലോമീറ്റർ താങ്ങി കുടജാദ്രി മലയുടെ തൊട്ട് താഴേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇനി അടുത്തത് നടന്ന് കയറാനാണ്.